നമസ്കാരം, എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആകാശ്. ഇനി നമുക്ക് ആ ഫിസിക്സിലെ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ആ ഒരു രീതിയിൽ +1 പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം 10ാം ക്ലാസ് പഠിച്ചതിൻ്റെ ഇരട്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, +1ലും +2ലും പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, കാര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തിയറികളും ഡെറിവേഷൻസും ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾ മാത്സിൽ ഗണിതത്തിൽ ചെയ്യുന്ന ഒരുപാട് കണക്ക് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്, ഫിസിക്സിൽ വരുന്നുണ്ട്. ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത് കുറച്ച് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്താണ് +1ലും +2ലും പഠിക്കുന്നത്. എല്ലാ ചാപ്റ്ററും അല്ല, വളരെ കുറച്ച് ചാപ്റ്ററുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, തിയറി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചാപ്റ്ററുകളിലൊക്കെ മാത്സ് കൂടെ വരുന്നുണ്ട്, ഡെറിവേഷൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പഠിച്ച് നന്നായിട്ട് എടുക്കണമെങ്കിൽ തരുന്ന നോട്ട്സുകളിൽ എന്ത് ചെയ്യുക, അത് എഴുതി പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം ഫിസിക്സിനെയും +1 അതുപോലെ ഫിസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയും ഉള്ള മൊത്തത്തിൽ ഏകദേശം ഒരു ധാരണ ആയി കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് +1 മൊത്തം ഇത്രയാണ് പഠിക്കാനുള്ളത്. അതായത് 14 ചാപ്റ്ററുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, +1 ഫിസിക്സിൽ പഠിക്കാനുള്ളത്. 14 ചാപ്റ്ററുകൾ, മൊത്തം 15 ഉണ്ട്. അതിന് എങ്ങനെ 14 പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫിസിക്സിന് മൊത്തം 2 ബുക്കുകളുണ്ട്. നിങ്ങൾക്ക് ഈ 2 ബുക്കുകൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 2 ബുക്കുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ടോപ്പിക്സുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലും ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരുപാട് ടോപ്പിക്സുകൾ ഈ 2 ബുക്കിലും ഉണ്ട്. ഓക്കെ, ടോട്ടൽ 60 മാർക്കിനാണ് ഫിസിക്സിൻ്റെ എക്സാം. അപ്പോൾ ചാപ്റ്ററുകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ മൊത്തത്തിൽ നിങ്ങളൊന്ന് ആദ്യം നോക്കിക്കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഫിസിക്സിൽ ഞാൻ പാർട്ട് 1 ആണ് ആദ്യം പറയാൻ പോകുന്നത്. പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് ശരിക്കും 2 ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നും രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞു 15 എണ്ണം ഉണ്ടായിരുന്നു, അത് 14 ആയതിന് കാരണം ഇതാണ്. അതിന് കാരണം എത്രയേ ഉള്ളൂ, ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ബാക്കിയുള്ള ചാപ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകളെല്ലാം ഞാൻ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടേ ഞാൻ തരത്തുള്ളൂ, ഫിസിക്കൽ വേൾഡിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതുകൂടെ ചേർത്ത് മൊത്തം ആദ്യത്തെ 2 ചാപ്റ്ററും കൂടെ ഒറ്റ ചാപ്റ്ററാക്കി എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. അങ്ങനെ മൊത്തത്തിൽ 1 ആക്കി എടുത്തു. ഇതിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ യൂണിറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. യൂണിറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ യൂണിറ്റുകളെ എങ്ങനെയൊക്കെ തിരിക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെങ്തിന് യൂണിറ്റ് കണ്ടുപിടിച്ചു, നീളത്തിന് യൂണിറ്റ് മീറ്റർ എന്ന് പഠിച്ചു അല്ലേ, സെൻറ്റിമീറ്റർ പഠിച്ചു, മില്ലിമീറ്റർ പഠിച്ചു, അതുപോലെ കിലോമീറ്റർ പഠിച്ചു. ഭാരത്തിന് അല്ലെങ്കിൽ എന്താണ് മാസിന് നമ്മൾ എന്താ പഠിച്ചത്, കിലോഗ്രാം എന്ന് പഠിച്ചു, ഗ്രാം എന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ യൂണിറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമാണ് എന്ത് ചെയ്തത് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ലാതെ പോകുന്ന ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ V = U + AT, V² = U² + 2AS, S = UT + ½ AT². ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലേ, ചലന സമവാക്യങ്ങൾ എന്നും പറഞ്ഞ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കണക്കുകളും അതുപോലെ അത് തന്നെ പഠിക്കാനുണ്ട്. ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങളും. അത്രേ ഉള്ളൂ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഇത് നിങ്ങൾക്ക് ചെറിയൊരു ടോപ്പിക് 9ാം ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സെക്ഷനാണ്. പ്ലെയിൻ മീൻസ് പ്രതലം. പ്രതലത്തിലൂടെയുള്ള മോഷൻ, ചലനം, അതുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ അഥവാ തിയറികൾ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിക്കാനുള്ളത്. അടുത്ത നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ലോസ് ഓഫ് മോഷൻ. ആരാണ്? ഐസക് ന്യൂട്ടൺ അല്ലേ. അപ്പം ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ 1, 2, 3 മൊത്തം 3 ചലന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ചലന നിയമങ്ങളും ആ ചലന നിയമത്തിൽ നിന്നുണ്ടായ മറ്റ് പുതിയ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അഞ്ചാമത്തത് വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി ആൻഡ് പവർ, ഇത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ
ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ബാക്കി കണ്ടിന്യൂഷൻ ആണ് എന്ത് ചെയ്തത് പഠിക്കാനുള്ളത്. ഓക്കെ. ആറാമത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടോപ്പിക്കാണ്. റൊട്ടേഷണൽ മോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമില്ല, ഒരു സർക്കുലാർ പാത്ത്, അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി, ആക്സലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കും. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ ഇതാണ്. 7ാമത്തെ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഇതും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ ഗ്രാവിറ്റേഷൻ പഠിച്ചതാണ്. ഗ്രാവിറ്റേഷൻ അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. യൂണിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആയാലും, സ്ട്രെയിറ്റ് ലൈനെ സംബന്ധിച്ചിടത്തോളം ആയാലും, ലോസ് ഓഫ് മോഷനെ സംബന്ധിച്ചിടത്തോളം, വർക്ക്, എനർജി ആൻഡ് പവറെ സംബന്ധിച്ചിടത്തോളം, സിസ്റ്റം അല്ല, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, ഇതൊക്കെ ഏറെക്കുറെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറേ കൂടി എന്ത് ചെയ്യും, ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. മലയാളം മീഡിയംകാരും ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് കേട്ടോ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നു. രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏകദേശം കിടക്കുമ്പോഴത്തേക്കും ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരേ ഒരു ടോപ്പിക്കുള്ളൂ, വേവ്സ് എന്ന് പറയുന്ന, തരംഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് വേവ്സ് എന്ന് പറയുന്നതിൽ. തുടർച്ചയെന്ന് മാത്രമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വേവ്സ് എന്ന് പറയുന്നതിൽ ഇതാണ് വരുന്നത്. ഇത് മാത്രമേ നിങ്ങൾ ഇതിൽ കേട്ടിട്ടുള്ളൂ. ഇത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അവിടെ നിങ്ങൾ സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെ പോലുള്ള പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ കേൾക്കും. ഓക്കെ. അപ്പോൾ അതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി, അങ്ങനെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് 8ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. 9ാമത്തെ ചാപ്റ്ററിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പഠിക്കുന്നുണ്ട്. ലിക്വിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. എന്തായാലും അതിനെപ്പറ്റി ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ 9ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. 10ാമത്തത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, മാറ്ററിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ്, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിൽ പ്ലസ് 1 പഠിക്കാനുണ്ട്. 11ാം ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ തുടർച്ചയാണ് തെർമോഡൈനാമിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പേരിൽ നിങ്ങൾ വീണ്ടും കെമിസ്ട്രിയിലും ഈ ഒരു പേര് നിങ്ങൾ പഠിക്കും. കുറേയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പ്ലസ് 1 പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്ന് ഈ കെമിസ്ട്രിയിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം സെയിം അല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഇതിൻ്റെ തുടർച്ചയാണ് തെർമോഡൈനാമിക്സ്. അതും ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ. അടുത്തത് 12ാമത്തത് കൈനറ്റിക് തിയറി. ഈ കൈനറ്റിക് തിയറി ഇതേപോലെ നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. കൈനറ്റിക് തിയറിയുമായിട്ട് അത് ചെറിയൊരു ടോപ്പിക്, ചെറിയ ചാപ്റ്ററാണ്, കൊച്ചു ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈനറ്റിക് തിയറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ്, മോഷൻ. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെന്റ് അല്ലേ. കൈനറ്റിക് എനർജി കേട്ടില്ലേ, മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ കൈനറ്റിക് മീൻസ് മൂവിങ്. അപ്പോൾ കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു അല്ലെങ്കിൽ തിയറി റിലേറ്റഡ് ടു മൂവിങ് അല്ലെങ്കിൽ മൂവിങ് പാർട്ടിക്കിൾസ്, ചലിക്കുന്ന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട തത്വം അല്ലെങ്കിൽ തിയറി, അതാണ് കൈനറ്റിക് തിയറി. അതിൻ്റെ പോസ്റ്റുലേറ്റ്സും പിന്നെ 2-3 ഡെറിവേഷൻസ് പഠിക്കാനുള്ളൂ, ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ. 13ാമത്തതാണ് ഓസിലേഷൻസ്, സിമ്പിൾ പെൻഡുലം, അങ്ങനെയുള്ള കോമ്പൗണ്ട് പെൻഡുലം, അങ്ങനെ കുറേ പെൻഡുലംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണെന്ന് പറയുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓസിലേഷനിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി വേവ്സ്. നിങ്ങൾക്കറിയാം, തരംഗം, സ്റ്റേഷനറി വേവ്സ്, അതുപോലെ മെക്കാനിക്കൽ വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ്സ്,
അങ്ങനെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, വേവ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. വേവ്സിൻ്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കുറച്ച് പുതിയ പുതിയ ടോപ്പിക്സും നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചേർന്നതാണ് ഈ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അങ്ങനെ മൊത്തം നമുക്ക് നോക്കുകയാണെങ്കിൽ 14 എന്തുണ്ട് ചാപ്റ്റർ നിങ്ങൾക്ക് മൊത്തം പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഓസിലേഷൻസ്, വേവ്സ്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാപ്റ്ററുകളുമുണ്ട്, വലിയ ക്ലാസ്സുകളുണ്ട്. എല്ലാം ഒരേ ഇമ്പോർട്ടൻ്റോട് അല്ലെങ്കിൽ ഒരേ പ്രാധാന്യത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം കൂടെ തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കഴിവതും മലയാളം മീഡിയംകാർ ഇംഗ്ലീഷ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ആണ് ഒരല്പം കൂടി എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇംഗ്ലീഷ് പഠിക്കുന്നതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ആദ്യമൊക്കെ നല്ല ടഫായിരിക്കും, പിന്നീട് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ശരിയാകും. പുതിയ പുതിയ വേഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള വേഴ്സ് തന്നെ ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് ടഫായിരിക്കും. ആ ടഫ്നെസ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എഴുതി പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ശരിയാവും. അപ്പോൾ അത്രയുമാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഫിസിക്സിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ പഠിച്ചു തീർന്ന് എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, +1 കഴിയുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ഫിസിക്കൽ വേൾഡിൻ്റെ നോട്ട്സും അതുപോലെയുള്ള ടോപ്പിക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ടോപ്പിക്ക് തീർന്നതിന് ശേഷം ഞാൻ തരാം. അത് കാരണം ഈ ഫിസിക്കൽ വേൾഡിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സിൻ്റെ എന്താ പറയുക തുടങ്ങി അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടങ്ങിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്ന് മുതൽ ഓരോ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ശാസ്ത്ര ലോകത്തേക്ക് നൽകിയ ഓരോ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് സയൻറ്റിസ്റ്റുകളെ കുറേ പേരെ പരിചയപ്പെടാറുണ്ട്. അവരെ പ്രധാനമായിട്ടും കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ റിസൾട്ടുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, പരാജയങ്ങൾ, വിജയങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള ഫിസിക്സിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിനെ പറ്റിയ ഒരു ചരിത്രം അതാണെന്തെന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് പാഠത്തിൽ ഫിസിക്കൽ വേൾഡിൽ പഠിക്കാനുള്ളത്. ഏകദേശം അതിൽ നമ്മൾ പഠിക്കുന്ന ഈ 14 ടോപ്പിക്കുകളിലും വരുന്ന ടോപ്പിക്സ് എല്ലാം ഇതിലെ മെയിൻ ടോപ്പിക്സുകളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രീഫായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഏത് തുടങ്ങാം, 2ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ തന്നെയാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ഡയറക്റ്റ് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് നമ്മൾ എഴുതിയിരുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ് എഴുതിയത് അല്ലേ. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല, ഫിസിക്കൽ വേൾഡ്. അപ്പോൾ ഫിസിക്കൽ വേൾഡിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ശേഷം നമുക്ക് ഏതെടുക്കാന്ന് പറഞ്ഞായിരുന്നു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ എന്ത് കഴിഞ്ഞു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ നല്ല എളുപ്പമാണ്, പഠിക്കാൻ നല്ല എളുപ്പമാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും. മലയാളം മീഡിയംകാർ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ 1ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, 2ാമത് പഠിക്കാനുള്ളത് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞതോ അതിന് മുമ്പത്തെ വർഷവും നിങ്ങൾ കേട്ടിട്ടുണ്ട്. SI യൂണിറ്റുകൾ എന്താണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അടുത്തത് മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ്, ടൈം. ലെങ്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും അളവെടുക്കുന്നത്. അപ്പോൾ അത് അടുത്തത് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്ന് പഠിക്കുക. ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സും പഠിക്കാനുണ്ട്, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ കൂടെയാണ് എന്ത് പഠിക്കുന്നത്, യൂണിറ്റ്സ് പഠിക്കുന്നത്. അടുത്തത് ആക്യുറസി, പ്രിസിഷൻ.
എന്താണെന്ന് പഠിക്കണം. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഈ ആക്യുറസി പ്രിസിഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് കൂടെ പ്രാക്ടിക്കലിന് കൂടെ പഠിക്കാനുള്ള സാധനമാണ് ആക്യുറസി പ്രിസിഷൻ, ഈ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്, ഇത് രണ്ടെണ്ണം. അതിനുശേഷം ഡയമെൻഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. എന്താണ് ഡയമെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഡയമെൻഷൻ നിങ്ങൾക്ക് പഠിക്കണം, ഡയമെൻഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നറിയണം. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇംഗ്ലീഷിൽ പറയുന്നത് എനിത്തിങ് വിച്ച് ക്യാൻ മെഷറബിൾ ഈസ് നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനിത്തിങ് വിച്ച് ക്യാൻ മെഷറബിൾ അല്ലെങ്കിൽ വിച്ച് ക്യാൻ മെഷർ ഈസ് നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അളക്കാൻ പറ്റുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. അളക്കാൻ പറ്റുന്ന എന്തിനെ. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിത് അളക്കണമെങ്കിൽ ഇതിന്റെ നീളമാണ് അളക്കുന്നത് അല്ലേ? അപ്പം നീളത്തിനെ എനിക്ക് എന്ത് ചെയ്യാം? അളക്കാൻ പറ്റും. ശരിയേ? ഇതിന്റെ നീളമാണ് എനിക്ക് അളക്കാനുള്ളത്. അപ്പോൾ നീളം അളക്കണമെങ്കിൽ നീളമാണ് അളക്കേണ്ടത്. അപ്പോൾ ആ നീളത്തിനെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താം. അപ്പം നീളം എന്ന് പറയുന്ന സാധനം ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? ലെങ്ത് എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? ലെങ്ത് എന്ന് പറയും. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ലെങ്ത് എന്തിൽ ഉൾപ്പെടും? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടും. ശരി തന്നെ. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 കിലോ പഞ്ചസാര എന്ത് ചെയ്യുന്നു? എടുത്തൊരു കവറിൽ വെച്ചേക്കാണ്. എനിക്കത് അളക്കാൻ പറ്റൂലേ? അളക്കാം. അവിടെ അളക്കുന്ന എന്താണ്? ഭാരമാണ്. ശരി തന്നെ. ഭാരം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളുകളുടെ അളവാണ്, തരികളുടെ അളവാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? മാസ് എന്ന് വിളിക്കും. ശരി തന്നെ. അപ്പൊ മാസ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അളക്കാൻ പറ്റും. അപ്പൊ അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. ഇനി അതുപോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുന്ന അടുത്തൊരു സാധനമാണ് ടൈം. ശരി തന്നെ. ടൈം എനിക്ക് അളക്കാൻ പറ്റത്തില്ലേ? സെക്കൻഡിലായാലും അവറിലായാലും മിനിറ്റിലായാലും എനിക്ക് എന്ത് ചെയ്യാൻ? അളക്കാൻ പറ്റത്തില്ലേ ടൈം? അപ്പൊ ടൈമും എന്തിൽ വരുന്നതാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ്. അതുപോലെ സ്പീഡ്. സ്പീഡ് എനിക്ക് അളന്നൂടെ? അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഏതിൽ വരുന്നുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന സാധനമാണ് എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. അടുത്തത് വെലോസിറ്റി. എനിക്കെന്താ? അളന്നൂടെ? വെലോസിറ്റി എനിക്ക് അളന്നൂടെ? അപ്പോൾ വെലോസിറ്റി എന്തിലാണ് വരുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അടുത്തത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസും എനിക്ക് അളന്നൂടെ? അപ്പോൾ ഡിസ്റ്റൻസും എനിക്ക് അളക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തിൽ വരുന്നുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന എന്തിനെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കാൻ പറ്റുന്ന എന്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്താണെന്ന് പറയുന്നത്? ലെങ്ത് എനിക്ക് അളക്കാം, മാസ് എനിക്ക് അളക്കാം, ടൈം എനിക്ക് അളക്കാം, സ്പീഡ് അളക്കാൻ പറ്റുന്നല്ലേ, വെലോസിറ്റി, ഡിസ്റ്റൻസ്, അതുപോലെ എന്തുണ്ട് ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്? ആക്സലറേഷൻ, റിട്ടാർഡേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അളക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റി ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയല്ലോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കാൻ പറ്റുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഉദാഹരണം ലെങ്ത്. ലെങ്ത് എനിക്ക് അളക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്തെന്ന് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റി ഏറെക്കുറെ ഒരു ധാരണയായല്ലോ. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് യൂണിറ്റ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? യൂണിറ്റ്. ഇപ്പൊ ഏതൊരു സാധനം അളന്നു കഴിഞ്ഞാലും നമ്മളിപ്പോ അവസാനം ഒരു സാധനം എഴുതും അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ ശരിക്കും എന്താ യൂണിറ്റ് എന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് വെച്ചാൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ആണ്. ശരിയല്ലേ? ഒരു വസ്തു അളന്നു കഴിഞ്ഞാൽ അത് എത്രയിലാണെന്ന് എഴുതണം. ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ അത് എത്രയാണെന്ന് കാണിക്കണം. അപ്പൊ കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലെങ്ത് അളക്കുകയാണ്. ഇപ്പൊ ഇതാ ഈ ഒരു പേനയുടെ ലെങ്ത് ഞാൻ അളക്കുകയാണ്. ഈ ഒരു പേനയുടെ ലെങ്ത് ഞാൻ പറയുന്നു 15 എന്ന് പറയുന്നു. അപ്പൊ 15 എന്ത് എന്നൂടെ പറയണ്ടേ? അപ്പൊ 15 കൂടെ എന്ത് ചേർക്കും? നമ്മൾ
സെന്റിമീറ്റർ എന്ന് ചേർക്കും. ശരി തന്നെ? അപ്പൊ അതൊരു റെഫറൻസ് ആണ്. എന്തിലാണ് നമ്മൾ അളന്നത്, എന്തിലാണ് അളന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് ശരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആ പേനയുടെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, 15 എന്ന് എഴുതുന്നു. 15 എന്ന് മാത്രം എഴുതിയപ്പോൾ മതിയാ? അപ്പൊ അത് യൂണിറ്റ് ആവണമെങ്കിൽ അത് എന്തിലാണ് അളന്നതെന്നും കൂടെ എന്ത് ചെയ്യണം, എഴുതണം. ഇപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അല്ലെങ്കിൽ ഉപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്ന ഒരു കവറിൽ എടുത്തിട്ട് ഞാൻ പറയുന്നു 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? കറക്റ്റ് പറയാൻ പറ്റുമോ? എന്റെ മാസത്ര എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് എന്തിലാണ് അളന്നതെന്ന് കൂടെ പറയണം. ഇവിടെ സെന്റിമീറ്ററിലാണോ അളക്കുന്നത്? അല്ല. ഇപ്പൊ ഞാൻ 1 പറഞ്ഞാൽ 1 കിലോ അല്ലേ, അല്ലെങ്കിൽ 1 കിലോ. ഓക്കെ, 1 ഗ്രാം എന്തായാലും പറയത്തില്ലല്ലോ. ഗ്രാം എന്തായാലും ഇത്രയും വെയിറ്റ് വെച്ചിട്ട് 1 ഗ്രാം ഒന്നും ആരും പറയത്തില്ല. അപ്പോൾ 1 കിലോഗ്രാം അല്ലെങ്കിൽ 2 കിലോഗ്രാം, ശരി തന്നെ? അല്ലെങ്കിൽ 1/2 കിലോ അല്ലെങ്കിൽ 500 ഗ്രാം. അവിടെ നമ്മൾ ഉപയോഗിച്ചത് കിലോഗ്രാം, ഗ്രാം പോലുള്ള സാധനം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്, യൂണിറ്റ് ആണ്. ശരി തന്നെ? ഈ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താണ്, യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അതൊരു റെഫറൻസ് ആണ് അല്ലേ. ശരിക്കും എന്താണ്, നമ്മൾ ഒരു വസ്തു അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്, യൂണിറ്റ് ആക്ട് ആസ് എ റെഫറൻസ്, അല്ലെങ്കിൽ യൂണിറ്റ് ഈസ് എ റെഫറൻസ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ എന്തെന്ന് പറയാം, യൂണിറ്റിനെ പറയാം. യൂണിറ്റ് എന്ന് പറയുന്നത് റെഫറൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറയാം. നമ്മളൊരു വസ്തു അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ്. അളന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തിൽ എഴുതുന്നു, ആ എഴുതുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് യൂണിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ഏതിലോട്ട് വരേണ്ടതുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് ബാക്കി ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റിനെ പറ്റി പറയാം അല്ലേ. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്കറിയാം ഒരുപാട് യൂണിറ്റുകളുണ്ട്. കിലോഗ്രാം, ഇപ്പോൾ ഒരു ഭാരത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മാസിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്, കിലോഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, പൗണ്ട് ഉണ്ട്. ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇത് വെയിറ്റ് അല്ലെങ്കിൽ മാസിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ലെങ്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഒരുപാടുണ്ട്. ഏതൊക്കെയാണ്, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ. ഇതെല്ലാം എന്താണ്, ലെങ്ത്. നാനോമീറ്റർ ലെങ്ത്, നമുക്ക് തൽക്കാലം മില്ലിമീറ്റർ വരെ ഉപയോഗിക്കാം. അപ്പോൾ മില്ലിമീറ്റർ, അപ്പോൾ അതൊക്കെ എന്താണ്, ലെങ്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ശരി തന്നെ? അപ്പോൾ ഒരുപാട് യൂണിറ്റുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്കൊന്ന് ചുരുക്കി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും പല യൂണിറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും പല യൂണിറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം അതിനെപ്പറ്റി പറയാം, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ യൂണിറ്റുകൾ പല സ്ഥലങ്ങളിലും പല ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ അടി എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. ശരി തന്നെ? ഇത്ര അടി പൊക്കം അല്ലെങ്കിൽ ഇത്ര അടി ദൂരം. അപ്പം ആ അടി എന്ന് പറയുന്നത് അല്ലേ, ആ ഒരു ഇതെന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എടുത്തത്, ഒരു യൂണിറ്റാണ് എടുത്തത്. അപ്പോൾ അതൊരു യൂണിറ്റാണ്. അപ്പം അങ്ങനെ പല രാജ്യങ്ങളിലും എന്തുണ്ട്, പല പല യൂണിറ്റുകളുണ്ട്. അപ്പം അതിൽ ഒരെണ്ണമാണ് യൂറോപ്പുകാരെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിറ്റാണ് CGS യൂണിറ്റ് എന്ന് പറയും. യൂറോപ്പുകാര് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റാണ് CGS എന്ന് പറയുന്ന യൂണിറ്റ്. C മീൻസ് സെന്റിമീറ്റർ. C മീൻസ് സെന്റിമീറ്റർ. G മീൻസ് എന്തായിരിക്കും, ഗ്രാം. ആൻഡ് S മീൻസ് എന്താണ്, സെക്കൻഡ്. അപ്പോൾ യൂറോപ്പിൽ നിലവിൽ അല്ലെങ്കിൽ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരു കാലം വരെ നിലവിലുണ്ടായിരുന്ന ഒരു യൂണിറ്റാണ് CGS യൂണിറ്റ്. അതായത് അവരെ ലെങ്തിന് വേണ്ടിയിട്ട് സെന്റിമീറ്റർ ഉപയോഗിക്കും. നമ്മൾ എപ്പോഴും യൂണിറ്റ് കൂടുതലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 ടേംസ് ആണ്. 1 ലെങ്ത്, 2 മാസ്, 3 ടൈം. ഇത് 3ഉമാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്തത്, ഈ യൂണിറ്റിന്റെ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് കൂടുതൽ എക്സാമ്പിൾ പറയാൻ നേരത്തും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 ടേംസ് ആണ് ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ CGS എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ് എന്നാണ് അർത്ഥം. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർ അന്നത്തെ കാലത്ത്
ലെങ്തിന് വേണ്ടി എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സെന്റിമീറ്റർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മീറ്ററോ കിലോമീറ്ററോ മില്ലിമീറ്ററോ അല്ല, അവരെന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സെന്റിമീറ്റർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മാസിന് വേണ്ടിയിട്ട് അവരെന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഗ്രാം ആണ്, കിലോഗ്രാം അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരെന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഗ്രാം ആണ്. സെക്കൻഡിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവര്? അല്ല, ടൈമിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? സെക്കൻഡ് ആണ് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് തോന്നുന്നു ബ്രിട്ടനിലോ മറ്റോ ആണ്, ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിറ്റ് ആണ് FPS യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ FPS യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും നിലവിലുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. F ഫോർ ഫൂട്ട്, F ഫോർ ഫൂട്ട്, P ഫോർ പൗണ്ട്, P ഫോർ പൗണ്ട്. സെക്കൻഡ് എന്തിന്? എസ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. എന്താണ്? ടൈമിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ FPS സിസ്റ്റം അത് മറ്റൊരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ 2 യൂണിറ്റ് സിസ്റ്റം പഠിച്ചല്ലേ? അപ്പോൾ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഇത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? FPS എന്ന പേരിൽ ആണ് എന്ത് ചെയ്തത്? യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി. ശരിയല്ലേ? ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി. ഇത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഫൂട്ട്. പൗണ്ട് എന്ന് പറഞ്ഞാൽ മാസിന്, അന്ന് കിലോഗ്രാമിന് ഗ്രാമിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവാണ് എന്ന് പറയുന്നത് പൗണ്ട് എന്ന് പറയുന്നത്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 0.4 കിലോഗ്രാമിന് തുല്യമാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു അടി അഥവാ ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 30.1 സെന്റിമീറ്ററിന് തുല്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്തത്? FPS-നെ പറ്റി പറയേണ്ട കാര്യം. അതുപോലെ മറ്റൊരു യൂണിറ്റും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിന്നിരുന്നു. മറ്റൊരു യൂണിറ്റും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിന്നിരുന്നു. ആ യൂണിറ്റാണ് MKS എന്ന് പറയുന്ന യൂണിറ്റ്. യൂണിറ്റ് അല്ല, യൂണിറ്റ് സിസ്റ്റം എന്ന് പറയും. യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലില്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു സിസ്റ്റം എന്ന രീതിയിൽ എടുക്കാം. അതാണ് യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ CGS ആയി, FPS ആയി, MKS, ഇതെല്ലാം എന്താണ്? ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മുടെ പല സ്ഥലങ്ങളിൽ നമ്മുടെ ലോകത്ത് പല സ്ഥലങ്ങളിൽ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ CGS പഠിച്ചു, രണ്ടാമത്തെ FPS പഠിച്ചു, മൂന്നാമത്തത് MKS. M4 എന്തായിരിക്കും ഇവിടെ? ഉറപ്പായും മീറ്റർ ആയിരിക്കും. ശരിയല്ലേ? K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ kg എന്ന് എഴുതുന്നുള്ളൂ. എന്തായിരിക്കും? കിലോഗ്രാം ആയിരിക്കും. S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ഇവിടെ F എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? FPS-ൽ F എന്ന് പറയുന്ന ഫൂട്ട് എന്ന് പറയുന്നത് ലെങ്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ? P എന്ന് പറയുന്ന പൗണ്ട് എന്ന് പറയുന്നത് മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അല്ലേ? അപ്പോൾ S എന്ന് പറയുന്നത് ടൈം അളക്കാൻ. അതുപോലെ ഇവിടെ നോക്കിയേ, MKS എന്ന് പറയുന്ന മീറ്റർ എന്തിനു വേണ്ടി? എന്തളക്കാൻ വേണ്ടിയിട്ടായിരിക്കും? ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ശരിയല്ലേ? അതുപോലെ K എന്ന് പറയുന്ന കിലോഗ്രാം എന്ന് പറയുന്നത് എന്തളക്കാൻ വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ മാസ് അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും. S എന്ന് പറയുന്നത് എന്തളക്കാൻ വേണ്ടിയിട്ടായിരിക്കും? സെക്കൻഡ് അഥവാ ടൈം അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം അല്ലേ? ഇത് മൂന്നും അളക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളാണ് ഇതെല്ലാം അല്ലേ? ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് സെന്റിമീറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് ഫൂട്ട് അളക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് മീറ്റർ അളക്കാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മീറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ മാസിൻ്റെ കാര്യത്തിലാണെങ്കിലോ, മാസിൻ്റെ കാര്യത്തിൽ ഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, കിലോഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ശരിയല്ലേ? ടൈമിൻ്റെ കാര്യത്തിൽ ഇവർ 3 പേര് സെയിം ആയിരുന്നു. സെക്കൻഡ്, നമ്മളാണെങ്കിൽ നാഴിക എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നാഴിക നേരം അല്ലേ? സെക്കൻഡ്. അപ്പോൾ ഇത് 3 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളിൽ ചിലത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നു, ഈ യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഓരോ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ആ രാജ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് 3 വ്യക്തികളെ ഞാൻ വിളിക്കുക. ഇതിപ്പോൾ യൂറോപ്യൻ കൺട്രി, ഇതിപ്പോൾ ബ്രിട്ടൻ, ഇത് അമേരിക്ക. അങ്ങനെയെങ്കിൽ ഞാൻ യൂറോപ്പിൽ നിന്നൊരാളെ വിളിക്കുന്നു, ബ്രിട്ടനിൽ നിന്നൊരാളെ വിളിക്കുന്നു, അമേരിക്കയിൽ നിന്നൊരാളെ വിളിക്കുന്നു. ഇവരെ 3 പേരെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരുമിച്ചിരുത്തിയിട്ട് ഒരു വസ്തു കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് അളക്കാൻ പറയുന്നു.
മാസ് അളക്കാൻ പറയുന്നു. അതുപോലെ ഒരു വസ്തുവിനെ ഞാൻ ചലിപ്പിച്ചിട്ട് അതിൻ്റെ ടൈം അല്ലെങ്കിൽ അത് സഞ്ചരിച്ച സമയം അളക്കാൻ പറയുന്നു. അപ്പോൾ കാര്യം പിടികിട്ടിയോ? ഈ മൂന്നും ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലെ ആൾക്കാരെ വിളിക്കുന്നു. ബ്രിട്ടൻ, യൂറോപ്പ്, ബ്രിട്ടൻ, അമേരിക്ക. അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഞാൻ 3 പേരെ വിളിച്ചിട്ട് ഇവിടെ ഇരുത്തിയ ശേഷം എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു സാധനം കൊടുത്തിട്ട് ലെങ്ത് അളക്കാൻ പറയുന്നു, രണ്ടാമതൊരു സാധനം കൊടുത്തിട്ട് മാസ് അളക്കാൻ പറയുന്നു, മൂന്നാമതൊരു സാധനം കൊടുത്തിട്ട് ടൈം അളക്കാൻ പറഞ്ഞിട്ട് ഇത് 3ഉം എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് ചെയ്തു തരാൻ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി ഉറപ്പായിട്ടും ലെങ്ത് അളക്കുന്ന എവിടെയായിരിക്കും? സെന്റിമീറ്ററിലായിരിക്കും. ഇപ്പോൾ ഒരെണ്ണത്തിന്റെ കാര്യം മാത്രം പറയാം, ലെങ്തിന്റെ കാര്യം മാത്രം പറയാം, ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചെടുത്തൂടെ? അപ്പോൾ ലെങ്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഈ ലെങ്ത് അളക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്ത് ചെയ്തു? സെന്റിമീറ്ററിൽ അളന്നെങ്കിൽ തന്നു. ശരിയല്ലേ? രണ്ടാമത്തെ ആളുടെ അടുത്ത് ഞാൻ ലെങ്ത് അളക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? ഫൂട്ടിൽ അളന്നു. മൂന്നാമത്തെ ആൾ ലെങ്ത് അളക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും മീറ്ററിൽ അളന്നു. അപ്പോൾ നോക്കിയേ, ഒരു വസ്തുവിൻ്റെ ലെങ്ത് അളക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ 3 രീതിയിലാണ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇത് ശരിയാവോടെ? അതായത് ഒരു വസ്തുവിൻ്റെ ലെങ്ത് അളക്കാനായിട്ട് 3 യൂണിറ്റുകൾ. ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസിബിൾ ആവുന്നുണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 രാജ്യങ്ങളെ അപ്രോച്ച് ചെയ്യണം. 3 രാജ്യങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ 3 രാജ്യങ്ങളും തരുന്ന മെഷർമെൻറ്റുകൾ അവരുടെ യൂണിറ്റിലായിരിക്കും അല്ലേ? ഇപ്പോൾ ആദ്യത്തെ രാജ്യത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അവർ സെൻറ്റിമീറ്ററിലോ ഗ്രാമിലോ സെക്കൻഡിലോ അളന്നു തരും, ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം. അടുത്തത് ഇവിടെയാണെങ്കിൽ അവർ ഫൂട്ടിലും പൗണ്ടിലും സെക്കൻഡിലും അളന്നു തരും. ശരിയല്ലേ? അതുപോലെ മറ്റവരാണെങ്കിൽ മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡിൽ അളന്നു തരും. അപ്പോൾ ഇത് ശരിയാവോ? അപ്പോഴത്തേക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും 1971 ജനറൽ കോൺഫറൻസ് ഓൺ മെഷർമെന്റ് ആൻഡ് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നും പറയാം. ജനറൽ കോൺഫറൻസ് ഓഫ് മെഷർമെന്റ് ആൻഡ് വെയിറ്റ് ഒരു തീരുമാനമെടുത്തു, ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ IUPAC എന്ന് പറയുന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ IUPAC ആണ് നമ്മുടെ കെമിസ്ട്രിയിൽ കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾക്ക് നിങ്ങൾ പെൻറ്റെയിൻ, ബ്യൂട്ടെയിൻ, മീഥെയിൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലും ബ്രിട്ടനിലും അതുപോലെ അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ എന്താണ്? അവിടെയും പേര് മീഥെയിൻ എന്ന് തന്നെയാണ്. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പേരിടാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അവകാശമില്ല. അപ്പോൾ ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരെന്ത് ചെയ്തു? നൽകി. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്ന സമയത്ത് 1971 ജനറൽ കോൺഫറൻസ് ഓൺ മെഷർമെന്റ് ആൻഡ് വെയിറ്റ് തീരുമാനിച്ചു, ഇതുപോലുള്ള സാധനങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ യൂണിറ്റുകൾ കണ്ടുപിടിക്കാം എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആ യൂണിറ്റുകളെല്ലാം കൂടെ ചേർത്ത് ഒരു പേര് കൊടുത്തു. അതിനെയാണ് നമ്മൾ പിൽക്കാലത്ത് വിളിച്ചത് SI യൂണിറ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു പിടിയോ? അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ 1971 ജനറൽ കോൺഫറൻസ് ഓൺ മെഷർമെന്റ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന ആ കോൺഫറൻസിങ് തീരുമാനിച്ചു, ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ത് ചെയ്യാൻ നമുക്ക് അനൗൺസ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആര് വരുന്നത്? SI യൂണിറ്റ് വരുന്നത്. SI യൂണിറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് എന്നാണ്. സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്, അതായത് ഇതിന് കീഴിൽ വരുന്ന യൂണിറ്റുകളെല്ലാം ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന പിന്നീട് നമ്മൾ പഠിക്കും, ഇതിൽ വരുന്ന യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി SI യൂണിറ്റിലെ എന്ത് ചെയ്യാവൂ? അളക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങളും എന്തിലെ അളക്കാവൂ? മീറ്റർ എന്ന് പറയുന്ന ആ ഒരു മെഷർമെന്റിലെ അളക്കാവൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? അപ്പോൾ ഈ 3 രാജ്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്ററിൽ തന്നെ അളന്നു തരും. അല്ലാതെ ഒരാളെ സെന്റിമീറ്ററിലും ഫൂട്ടിലും മറ്റൊരു മീറ്ററിലും തരാതെ എന്ത് ചെയ്യുന്നുണ്ട്? 3 പേരും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്ററിൽ അളന്ന് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു,
ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്ന എന്ത് നമുക്ക് എന്ന് പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. എക്സാമ്പിൾ ലെങ്ത്, അതുപോലെ ബ്രെഡ്ത്ത് വരുന്നുണ്ട്, ഹൈറ്റ് വരുന്നുണ്ട്, അതുപോലെ അതെല്ലാം ലെങ്തിലാണ് അളക്കുന്നത്. മാസ് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, ആക്സലറേഷൻ, വെലോസിറ്റി ഒക്കെ വരുന്നുണ്ട്. ശേഷം നമ്മൾ യൂണിറ്റ് പറഞ്ഞല്ലേ, യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ് എങ്ങനെയൊക്കെ നമുക്ക് അളക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശേഷം നമ്മൾ എന്താണ് SI യൂണിറ്റ് എന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ SI യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഫുൾ ഫോം അതുകൂടെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.